കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതിന്റെ തുടർമാനമായിട്ടുള്ള കാര്യമാണ് ഇന്നും പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിസറക്ഷൻ ആൻഡ് പ്രീസ്റ്റ്ഹുഡ് എന്നുള്ള വിഷയമാണ്. ഓൾറൈറ്റ്, റിസറക്ഷൻ, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും അതുപോലെ പൗരോഹിത്യവും, ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റിസറക്ഷൻ ആൻഡ് പ്രീസ്റ്റ്ഹുഡ്, ആദ്യമായിട്ട് നമ്മൾ റിസറക്ഷനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രാധാന്യം എന്താണ്? അത് നമ്മൾ വിശ്വസിച്ചില്ല എങ്കിൽ നമ്മളുടെ എല്ലാ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. ലുക്ക് അറ്റ് ദിസ് വേഴ്സ്. ഇത് 1 കൊരിന്ത്യർ 15:14. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രസംഗിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ വെൻ യു ബിലീവ്ഡ് ഇൻ ക്രൈസ്റ്റ്, വാട്ട് ഡിഡ് യു ബിലീവ് ആക്ച്വലി? ആർക്കെങ്കിലും പറയാം ഒരു ഉത്തരം? നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്താണ് യേശുവിനെ കുറിച്ച് വിശ്വസിച്ചത്? നിങ്ങൾ ഏറ്റുപറഞ്ഞ വാചകത്തിൽ എന്തായിരുന്നു? അല്ലെ, എന്താണ് സത്യത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ പറയേണ്ടത്, ചെയ്യേണ്ടത്? എന്താണ് നാവ് കൊണ്ട് ഏറ്റുപറയേണ്ടത്? പറയാമോ? That he is a resurrected God. Yeah, he is a resurrected Lord. Correct. പിന്നെ വേറെ എന്ത് ഫാക്ടറാ പറയണ്ടേ അതിനകത്ത്? ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാലക്രൂശി യാഗമായി തീർന്നു. യെസ്, എന്റെ പാപത്തിന് വേണ്ടി നീ മരിച്ചു എന്നുള്ളതും യേശു കർത്താവാണെന്നുള്ളതുമാണ് അതിനകത്ത് രണ്ട് പ്രധാന. കാരണം റോമാലേഖനം 10:9 അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ആ വാക്യം എടുത്തുകൊണ്ടാണ് പലപ്പോഴും രക്ഷിക്കപ്പെടുന്ന കാര്യം, പ്രാർത്ഥന ഏറ്റുപറയുന്നത്. അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കർത്താവിനെ നമ്മൾ ഏകരക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. അത് നമ്മുടെ ജസ്റ്റ് ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ? നമ്മളൊരു വാക്ക് അത് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ ആ വിശ്വാസവും അംഗീകാരവും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് യാഥാർത്ഥ്യമാകുന്നത്? യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ രഹസ്യമായോ പരസ്യമായോ പറയുന്ന ആ വാക്കിന് എന്തുള്ളത്? വിലയുള്ളത്. അത് ദൈവസന്നിധിയിൽ വിലയുള്ളത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിന് ശരീരത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. യേശുക്രിസ്തു അടികൊണ്ട, തുപ്പലേറ്റ, മുറിവേറ്റ, ചാട്ടവാറടി കൊണ്ട അതേ ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത്. അല്ലാതെ മറ്റൊരു ശരീരം, ആ ശരീരം ഏതായാലും അടിച്ച് അവരെല്ലാവരും മുറിവൊക്കെ വരുത്തിയതാണ്. So let me resurrect in a new body. Yes, it was a new body. പക്ഷെ അതേ ശരീരം പുതുക്കപ്പെടുകയാണ് ചെയ്തത്. അല്ലാതെ എൻറ്റയർലി പുതിയൊരു ശരീരം അത് കളഞ്ഞിട്ട് പുതിയൊരെണ്ണം വരികയല്ല. അപ്പൊ അതിനൊരു വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതേ കാര്യം മറ്റൊരു ശരീരമായിട്ട് fill the blank. Transform. വെരി ഗുഡ്. ട്രാൻസ്ഫോംഡ്, രൂപാന്തരപ്പെട്ടു. അതാണ് കൃത്യമായ ഒരു വാക്ക്. അതേ ശരീരം തന്നെ. നിങ്ങൾ ജോൺ 19:40 ആ വാക്യം നോക്കിയാൽ, സോ ദേ ടുക്ക് ദ ബോഡി ഓഫ് ജീസസ് ആൻഡ് ബൗണ്ട് ഇറ്റ് ഇൻ ലിനൻ ക്ലോത്ത്. മലയാളത്തിൽ ശീല പൊതിഞ്ഞു കെട്ടിയെന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അത് പ്രത്യേകിച്ചും അവരുടേതായിട്ടുള്ള യഹൂദന്മാരുടെ ആചാരപ്രകാരം അവർ ചെയ്തിരുന്നു. അപ്പോൾ എന്താ ചെയ്തിരുന്നേ? സ്പൈസസ് ആഡ് ചെയ്യും അവര്, സുഗന്ധവർഗങ്ങൾ ഇടാറുണ്ട്. അത് മിക്കവാറും പല കസ്റ്റത്തിൽ ഉള്ളതാണ്. എന്നാൽ യഹൂദന്മാരുടെ കസ്റ്റത്തിൽ അവർ ഈ ശീല ചുറ്റുന്നതിനോടൊപ്പം സുഗന്ധവർഗങ്ങൾ പൊതിഞ്ഞു കെട്ടും. അതുപോലെ ശവശരീരത്തിൽ സുഗന്ധവർഗങ്ങൾ ഉണ്ടാകും. കാരണം യഹൂദന്മാരുടെ കല്ലറയ്ക്കുള്ളിൽ കയറുവാനായിട്ട് കഴിയും. അവിടെ വെയിലിംഗ് റൂം ഉണ്ട്, പല കമ്പാർട്ട്മെന്റലൈസേഷൻ ഉണ്ട് അതിനുള്ളിൽ തന്നെ. അപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു സെല്ല്, അതിനുള്ളിൽ മൃതദേഹം വെക്കുന്നു, അടയ്ക്കുന്നു, പിന്നെ അതുമായിട്ടൊരു ബന്ധവും ഇല്ല. പക്ഷെ യഹൂദന്മാരുടെ കല്ലറയിൽ ആളെ അടക്കം വെച്ചതിന് ശേഷവും അതിനുള്ളിൽ പല അറകൾ ഉള്ളത് കൊണ്ട് വീണ്ടും അതിനുള്ളിലേക്ക് കടക്കുവാനായിട്ട് പറ്റും, നേരിട്ട് കടക്കുവാൻ പറ്റും. കാരണം ഗ്രൗണ്ടിൽ തന്നെ, ഗ്രൗണ്ട് ലെവലിലാണ് അവരുടെ കല്ലറ. നമ്മുടെ എന്ന് പറയുമ്പോൾ അണ്ടർ ദ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോ ബേസ്മെന്റും കഴിഞ്ഞ് താഴോട്ട് പോകണം, അല്ലെ? പക്ഷെ അവരുടേത് ദ ഗ്രൗണ്ട് ലെവലിൽ ആണ് കല്ലറ പണയുന്നത്. അത് പാറയിൽ കൊത്തി ഒക്കെയുള്ള കല്ലറകളാണ്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ കാലത്ത് അങ്ങനെയുള്ള കല്ലറകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
ഇനി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ശരീരം ഇങ്ങനെ ശീലയോടുകൂടി പൊതിഞ്ഞ് കെട്ടി വെച്ചപ്പോൾ പിന്നീട് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ആ ശീല അവിടെ മാറ്റി ചുരുട്ടി വെച്ചിരിക്കുന്നതായിട്ടും ശരീരം ഇല്ലാതെ ഇരിക്കുന്നതും കാണുന്നു. അത് പ്രൂവ് ചെയ്യുന്നത് അതേ ശരീരം തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്നുള്ളതാണ്. ഇനി കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കൈയും കാലും നോക്കി അറിയുവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭൂതം എന്ന് പറയുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഹൗ മെനി ഓഫ് യു ബിലീവ് ദാറ്റ് there are ghosts? Yes or no? Ghost, ഭൂതം. അയ്യോ അങ്ങളെ, ഇത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ രാത്രി എങ്ങനെ കിടന്നു ഉറങ്ങണേ? ഹൗ മെനി ഓഫ് യു ബിലീവ് ghost exist? ദൈവം ഉണ്ടെങ്കിൽ പിശാചും ഉണ്ടല്ലേ? യെസ്. പക്ഷെ പലപ്പോഴും ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഈ വാക്യം വന്ന കൂട്ടത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഇന്ന് പലപ്പോഴും ലോകം തരുന്ന ഒരു സന്ദേശമുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഒരു ഡെഡ് പേഴ്സന്റെ സ്പിരിറ്റ് ഇവിടൊക്കെ എന്താ പുള്ളി കറങ്ങി തിരിഞ്ഞൊക്കെ ഇവിടെ നടക്കും. പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്തതോ അങ്ങനെയുള്ള ഒരു മോശപ്പെട്ട മരണം സ്വീകരിച്ച ആൾക്ക് ഗതിയില്ലാതെ അല്ലെ ആത്മശാന്തി കിട്ടാതെ ഇവിടെ കറങ്ങി തിരിഞ്ഞു നടക്കുന്നു. അതാണ് ഭൂതമായിട്ട് വന്ന ആൾക്കാരെ പീഡിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് റോങ്. ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. ഭൂതങ്ങൾ ഉണ്ട്. അത് യേശുക്രിസ്തുവിന്റെ കാലത്ത് ഭൂതങ്ങളെ പുറത്താക്കുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ അത് ആരാണ്? ദേ ആർ ദ ഈവിൾ സ്പിരിറ്റ്. ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സേന. അവർക്ക് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം അനുകരണം മനുഷ്യന്മാർക്കുണ്ട് അല്ലെ? അനേക ഫിലിം സ്റ്റാർസിനെയൊക്കെ അവരുടെ ശബ്ദങ്ങൾ അനുകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ കൂടെ പഠിച്ച കുറെ ആളുകൾ ഇന്ന് അവര് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ട്. അപ്പൊ അവര് കയറി വന്നത് ഈ മിമിക്രി എന്നുള്ള ഇതിലാണ്. അങ്ങനെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് പല ഫിലിം സ്റ്റാർസിന്റെ വോയിസ് പറയുമായിരുന്നു. സോ മിമിക്കിംഗ് അതേഴ്സ്. ഇതേപോലെ പിശാചിന്റെ ദൂതന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേ ബി ഒരു മരിച്ച ആളുടെ ശബ്ദത്തിലോ അങ്ങനെയുള്ള കാര്യത്തിലോ സംസാരിക്കാനോ അങ്ങനെയൊക്കെ പറ്റിയെന്ന് വരാം. സോ ഇറ്റ് ഈസ് നെവർ എ ഡെഡ് പേഴ്സൺ സ്പിരിറ്റ്. പിന്നെ ആരാണ്? അതെ, തീർച്ചയായിട്ടും ഒരു പിശാചിന്റെ സേന, അല്ലെങ്കിൽ അതിനെയാണ് ഭൂതം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പൊ കർത്താവ് തന്നെ പറയാണ് ഭൂതത്തിന് മാംസം അസ്ഥി ഇല്ലല്ലോ. സോ ഹി ഹിംസെൽഫ് ബിലീവ് ദാറ്റ് ഗോസ്റ്റ് എക്സിസ്റ്റ്. അപ്പൊ ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാവല്ല, പിന്നെയോ ദൂതന്മാരാണ്. പിശാചിന്റെ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്ന ദൂതന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് എന്തില്ല എന്ന് കർത്താവ് പറയുന്നു? മാംസവും അസ്ഥിയുമില്ല. ബട്ട് ഐ ഹാവ്, സോ ഐ എം നോട്ട് എ ഗോസ്റ്റ്. അപ്പൊ യഹൂദന്മാരും ഒരുപക്ഷെ അങ്ങനെ വിശ്വസിച്ചു. എന്താ? മരിച്ചുപോയവരുടെ ആ ഭൂതം. അത് ഏത് കൾച്ചറിലും അങ്ങനെയുണ്ട് അല്ലേ? അത് ബിബ്ലിക്കൽ ടീച്ചിങ് അല്ല. ആക്ച്വലി ബിബ്ലിക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് there are evil spirit. യെസ്, ദാറ്റ് ഈസ് ബിബ്ലിക്കൽ ടീച്ചിങ്. ആ ഈവിൾ സ്പിരിറ്റ് ഏതാണ്? ഫോളൻ ഏഞ്ചൽസ് ആണ്. ദൈവത്തിൽ നിന്നും അകന്നുപോയ ദൂതന്മാരാണ്. അവരൊരു പക്ഷേ പ്രിറ്റൻഡ് ചെയ്യാം. യെസ്, ഓക്കെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശരീരത്തോട് വന്നപ്പോൾ തനിക്ക് പറയാൻ സാധിച്ചു എന്താണ്? എനിക്ക് അസ്ഥിയും മാംസവും ഒക്കെ ഉണ്ട്, നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കാനായിട്ട് പറയാനായിട്ട് സാധിച്ചു. യെസ്. And look at this reference. Matthew 28:9. അവിടെ എന്താ എഴുതിയിരിക്കണേ? ഇത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉള്ള ഒരു വാക്യമാണ്. എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ചു നമസ്കരിച്ചു. Took hold of his feet. What does it mean? It was touchable. അവർക്ക് സ്പർശിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു അല്ലെ? അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം തൊടുവാൻ പറ്റുന്ന ശരീരമായിരുന്നു. യെസ്. അപ്പൊ അതൊരു മായ പോലെ, ആവി പോലെ അല്ല. ഓക്കെ, ഇറ്റ് വാസ് ടച്ചബിൾ. ഓക്കെ. അടുത്തത്, ഈ ശരീരത്തിൽ കർത്താവായ യേശുക്രിസ്തു ഭക്ഷണം കഴിച്ചു. കർത്താവായ യേശുക്രിസ്തു കഴിച്ച ഭക്ഷണം ദേ കണ്ടില്ലേ? ലൂക്കോസ് 24:42. ആൻഡ് ദേ ഗേവ് ഹിം എ പീസ് ഓഫ് ബ്രോയിൽഡ് ഫിഷ്. വറുത്ത മീനും തേൻകട്ടയും. തേൻകട്ടയും എന്നുള്ളത് പല ബൈബിളുകളിലും ബ്രാക്കറ്റിലാണ്. ചില തർജിമകളിൽ അത് കാണാൻ സാധിക്കുന്നില്ല. ബിക്കോസ് പ്രോബബ്ലി ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ ഒറിജിനൽ, ബട്ട് ഇറ്റ് ഈസ് ദെയർ ഇൻ മെനി മാനുസ്ക്രിപ്റ്റ്. കയ്യെഴുത്ത് പ്രതികളിൽ പകർത്തി എഴുതിയ പ്രതികളിൽ ഒത്തിരി ഇടത്ത് എഴുതിയിട്ടുണ്ടാകാം, ചിലയിടത്ത് ഇല്ലാതെ ഇരിക്കും. അതുകൊണ്ടാണ്
അത് ഒറിജിനലായിട്ട് എഴുതിയപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ യഹൂദന്മാരുടെ ഒരു ഭക്ഷണ ശൈലിയാണ്. പക്ഷെ ഇതൊരു നല്ല കോമ്പിനേഷൻ ആണോ? നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? വറുത്ത മീനും തേൻകട്ടയും. ഹാവ് യു എവർ ട്രൈഡ്? ഐ തിങ്ക് നോ, റൈറ്റ്? നോ. നോ. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാനായിട്ട് പറയുന്നുമില്ല. കാരണം മേ ബി ഈ ഫിഷിന്റെ പ്രിപ്പറേഷൻ നമ്മൾ വെക്കുന്ന പോലെ ആയിരിക്കത്തില്ല അവർ വെക്കണം. ഞാനിത് പറയുമ്പോൾ ഒരു ഉദാഹരണം എന്റെ മനസ്സിലോട്ട് വരുന്നത്, ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നാഗാലാൻഡ് പോയിട്ടുണ്ടായിരുന്നു. നാഗാലാൻഡ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അങ്കിള് ഡോഗിനെ കുറിച്ചാണോ അതിന്റെ മീറ്റിനെ കുറിച്ചാണോ പറയുന്നത്? നോ, അതും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ഓക്കെ, ബട്ട് ഞാൻ അന്ന് ഒരു ഹോട്ടലിൽ, അവിടുത്തെ ഒരു ബ്രദർ എന്നെ വിളിച്ചിട്ട് പോയിട്ട് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി. അവിടുത്തെ ട്രഡീഷണൽ ഹോട്ടലാണ്. അപ്പോൾ പന്നി ആണ് കുക്ക് ചെയ്തിരിക്കുന്നത്. വലിയ പീസാണ് കേട്ടോ, പന്നി ഇറച്ചി. എന്നിട്ട് അതൊരു എന്താ പറയാ, അതും പിന്നെ വേറെ ചേമ്പില്ലേ, നമ്മുടെ ചേമ്പ്, കൊളക്കേഷ്യ, അതിന്റെ ഇല വെച്ചുള്ള ഒരു പ്രത്യേക ഒരു കൂട്ടാണ്. സോ ഇത് ഞാൻ മിക്കവാറും എല്ലാ ഫുഡും കഴിക്കുന്ന ആളാണ്. ഓക്കെ, ഏത് രാജ്യത്തിന്റെയും ഐ ആം ഹാബിറ്റുവേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര പ്രിയം തോന്നി. അങ്ങനെ കുഴച്ച് കഴിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് തികട്ടി വന്നു. സോ ഐ തോട്ട്, ഇത് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ഒരു വല്ലാത്ത കവർപ്പ്, an old a bad ടേസ്റ്റ്. അപ്പൊ അങ്ങള് പറഞ്ഞു ഇപ്പോഴേ കഴിക്കണ്ട, വേറൊരു കാര്യവും കൂടെ വരും, അതുകൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പൊ വേറൊരു കൂട്ടും കൂടെ അവരെ കൊണ്ടുവന്നു. അതുകൂടെ ഒഴിച്ച് കുഴച്ചപ്പോഴാണ് ഇറ്റ് ഈസ് സോ യമി, ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. രഹസ്യമാണ്, 3 പ്ലേറ്റ് ചോറ് ഞാൻ കഴിച്ചു. വിച്ച് മീൻസ് ദാറ്റ് ഈസ് കോമ്പിനേഷൻ, റൈറ്റ്? ഇതൊരു കോമ്പിനേഷനാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് ഇപ്പോ എന്താ, വറുത്ത മീനിന്റെ കൂടെ നമ്മള് മറ്റേ തേങ്ങാ ചമ്മന്തിയും എന്താ മത്തി വറുത്തതും ഒക്കെ കുഴച്ച് കഴിക്കുന്നത്, അങ്ങനെ നമുക്ക് കോമ്പിനേഷൻ. ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ് കോമ്പിനേഷൻ, ഐ ഹാവ് നെവർ ട്രൈഡ്. പക്ഷെ ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇതെനിക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. മുമ്പുള്ള ശരീരമായിരുന്നു ഞാൻ ഒരു പിടി നോക്കായിരുന്നു, ഇത് പറ്റില്ല. അത് പറഞ്ഞു ഒഴിഞ്ഞില്ല. ഹി ഹാഡ് ഇറ്റ്, അത് കഴിച്ചു അവരുടെ മുമ്പ്. അതെ, ആ തൊട്ടടുത്ത വാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ദിസ് ഈസ് എ കോമ്പിനേഷൻ. ഇത് തൊട്ടടുത്ത വാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അത് അവൻ വാങ്ങി അവർ കാണെ തിന്നു. സോ ഹി ate it. So digestion is there, right? All the other functions are there. ആ ശരീരത്തിന്റെ പ്രത്യേകത ഏതാണ്? സോ സെയിം ബോഡി വാസ് റിസറക്റ്റഡ്, ബട്ട് ഇൻ എ ട്രാൻസ്ഫോംഡ് വേ. അത് നമ്മൾ മുമ്പോട്ട് നോക്കാം. ഓൾറൈറ്റ്, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റിസറക്റ്റഡ് ബോഡി. ഈ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഒന്ന്, ഇറ്റ് കുഡ് അപ്പിയർ ആൻഡ് ഡിസപ്പിയർ അക്കോർഡിംഗ്ലി. ആവശ്യമുള്ള സമയത്ത് പ്രത്യക്ഷപ്പെടാം, അല്ലാത്തപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷനാകാം. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടാകും, അങ്ങളെ നമുക്ക് ഈ ശരീരമല്ലേ കർത്താവ് തരാമെന്ന് പറഞ്ഞത്. യെസ്, അത് മുമ്പോട്ടുള്ള സ്ലൈഡിൽ ഞാൻ അത് വിവരിക്കുന്നതാണ്. അപ്പൊ ആ ശരീരത്തിൽ നമുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇഫ് ദ സെയിം ബോഡി വി ആർ ഗോയിങ് ടു ഗെറ്റ്, ഡെഫിനറ്റ്ലി വി വിൽ ഹാവ്. എന്നിട്ട് വേണം കുറച്ച് കളികളൊക്കെ കളിക്കാൻ, അല്ലേ? ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബൈബിൾ കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ ചില കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാറുണ്ട്. മീൻസ്, ഇമാജിൻ ദാറ്റ് യു ഗോട്ട് എ റിസറക്റ്റഡ് ബോഡി, ഹൗ വുഡ് യു എൻജോയ്? അപ്പൊ ചില ആശമാരൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തോട്ട് വളരെ പെട്ടെന്ന് പോകും, കാരണം സ്വിഫ്റ്റ് മൂവ്മെന്റ് ആയിരിക്കുമല്ലോ. പിന്നെ എനിക്ക് ഇവിടെ പോകണം, ഇന്ന കാര്യങ്ങൾ കാണണം, എനിക്ക് ആകാശത്തൂടെ നടക്കണം. അങ്ങനെ അവരുടെ ഒത്തിരി ഇമാജിനേഷൻസ് എഴുതാറുണ്ട്. വെൽ, ഐ എം നോട്ട് ആസ്കിങ് യു നൗ, നമുക്ക് സമയം മുമ്പോട്ട് പോകും. പക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാം, അല്ലെ, എന്ത് രസമായിരിക്കും ആ ഒരു ശരീരം. സോ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കിയ ശരീരം ഇങ്ങനെയാണെങ്കിൽ, ദൈവം തരാൻ പോകുന്ന ട്രാൻസ്ഫോംഡ് ബോഡി, അതിന് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടാകും, റൈറ്റ്? ഇപ്പൊ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെയൊക്കെ കാണിച്ച് കൈ ഇങ്ങനെ വെച്ചിട്ട് കെട്ടിടം കയറുന്ന ഒരു ആളുണ്ടല്ലോ, അല്ലെ? സ്പൈഡർമാൻ, സൂപ്പർമാൻ, ബാറ്റ്മാൻ, അല്ലെ? എന്തെല്ലാം അമാനുഷിക ശക്തികൾ അവർക്കുള്ളത്. ബട്ട് God is going to give us a wonderful body, after our resurrection. Yes. ഈ ശരീരത്തിന്റെ പ്രത്യേകത യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന പ്രത്യേകതയാണ്. 40 നാളോളം കർത്താവ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പലർക്കും പ്രത്യക്ഷനായിട്ടുള്ള ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Then it could pass through any obstacle. ശിഷ്യന്മാര് വാതിൽ അടച്ചിരിക്കുകയാണ്, ഡോർസ് വേർ ബീങ് ഷട്ട്.
പക്ഷെ കർത്താവ് വാതിൽ തുറക്കാതെ അകത്ത് കയറി. ഓ സൂപ്പർ, റൈറ്റ്? അപ്പോ മതിലോ ഇരുമ്പഴികളോ പൂട്ടോ ഒന്നും ഒരു വിഷയമല്ല. ആ ബോഡി അപ്രകാരം കയറാൻ പറ്റും. അതെങ്ങനെ സാധ്യമാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് മണ്ണുകൊണ്ട് ഉള്ള ശരീരം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഹി ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്. നമുക്ക് എത്രയോ വലിയ ഇമാജിനേഷൻസ് ആണുള്ളത്, അല്ലെ? നമ്മൾ കാണപ്പെടാത്ത എത്രയോ തരംഗങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. You cannot touch it, but sometimes you can see, maybe with special specs or special glasses through which you can see the rays. Yes, maybe ultraviolet അല്ലെങ്കിൽ ഇൻഫ്രാറെഡ്, അതൊക്കെ എക്സിസ്റ്റിംഗ് ആണ്. സോ ഇതേപോലെ ഉൽപ്രാവണം വന്ന ശരീരത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ യേശുക്രിസ്തു ശിഷ്യന്മാർ വാതിൽ അടച്ചിരിക്കെ തന്നെ അകത്ത് കയറുവാനായിട്ട് യേശുക്രിസ്തുവിന് കഴിഞ്ഞു. അത് ആ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓൾറൈറ്റ്. 3, ഇറ്റ് വാസ് എ ഗ്ലോറിയസ് ബോഡി. എന്താ? മഹത്വമുള്ള ശരീരമാണ്. സാധാരണഗതിയിൽ ഈ ഗ്ലോറിയസ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ നിങ്ങൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും, പിക്ചേഴ്സ് ഓഫ് ലൈക്ക് സെയിൻസ് ആൻഡ് ഓൾ. അവരൊരു ഗാലോ വരയ്ക്കും. എപ്പോഴാ? ഈ തലയുടെ പുറകിൽ ചുറ്റുവേ ഒരു പ്രകാശം പോലെയുള്ള അതിനെയാണ്. അപ്പൊ തലയ്ക്ക് മാത്രമാണോ ഗ്ലോറി? നോ, ദ എൻറ്റയർ ബോഡി. ബൈബിളിൽ പലപ്പോഴും യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് മഹത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കാനാവിലെ കല്യാണത്തിൽ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ദ ബോഡിലി ഗ്ലോറി, പക്ഷെ അവന്റെ ശക്തിയുടെ മഹത്വമാണ്. പക്ഷെ ആർക്കെങ്കിലും പറയാവോ യേശുക്രിസ്തു മഹത്വം ശരീരത്തിൽ വെളിപ്പെട്ടത് എപ്പോഴാണെന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ? ക്യാൻ യു ഗിവ് മീ ആൻ ഒക്കേഷൻ? യോഹന്നാനുമായിട്ട് മലമുകളിൽ യെസ്, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. വെരി ഗുഡ്, ജോബിൻ. മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, മരുരൂഹ മലയിൽ, അല്ലെ? മരുരൂഹ മല എന്ന് പറഞ്ഞൊരു മലയില്ല, പക്ഷെ ആ മലയിൽ താൻ ട്രാൻസ്ഫോംഡ് ആയി. അതുകൊണ്ട് അതിനൊരു പേര് വിളിച്ചു, ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. അപ്പോൾ യേശുക്രിസ്തു ആ ശരീരം, മഹത്വമേറിയ ശരീരത്തിന് അനുരൂപമായി, അല്ലെ? സോ കാരണം അവൻ ദൈവമായതുകൊണ്ടാണ്. ആ ദൈവത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് താൻ അപ്രകാരം അത് ചെയ്തത്. ഇനി തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം മഹത്വമുള്ള ശരീരമായിരുന്നു, ഗ്ലോറിയസ് ബോഡി. ദെൻ ഇറ്റ് വാസ് എ സ്പിരിച്വൽ ബോഡി. സ്പിരിച്വൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ആത്മീക ശരീരം, കാണാൻ പറ്റാത്തത്. നോബഡി ക്യാൻ സീ സ്പിരിറ്റ് ബീയിങ്, റൈറ്റ്? സോ അതുകൊണ്ടാണ് യോഹന്നാൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുന്ന സമയത്ത് യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് യോഹന്നാന് മനസ്സിലാകാൻ വേണ്ടി what was the evidence for him? Can anybody say? What was the evidence for John the Baptist that, okay, this is the Son of God? How did he clarify it? സ്വർഗത്തിൽ നിന്ന് പ്രാവ് പരിശുദ്ധാത്മാവെന്ന. ഓക്കെ, സ്വർഗത്തിൽ നിന്ന് പിതാവ് സംസാരിച്ചു, ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രാവ്, ഇപ്പൊ പറഞ്ഞതുപോലെ, വെരി ഗുഡ് ഷാലോ, പ്രാവ് ഇറങ്ങി വന്നു, അല്ലെ? എന്തുകൊണ്ടാണ് നിങ്ങൾ കരുതുന്നത് പ്രാവിനെ ഇറക്കി വിട്ട് അത് പരിശുദ്ധാത്മ, പ്രാവ് പരിശുദ്ധാത്മാവല്ല നമുക്കറിയാം. Then what do you think logically? Why it was necessary? പറയാമോ? അതുപോലെ ആക്ട്സ് ചാപ്റ്റർ 2-ൽ അഗ്നിനാളങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ അവരുടെ മേൽ പ്രത്യക്ഷമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ. എന്തിനായിരുന്നു അങ്ങനെ പ്രാവ് പോലെ, അഗ്നിനാളങ്ങൾ പോലെയൊക്കെ വരാനുള്ള കാരണം എന്താണ്? പറയാമോ ലോജിക്കലായിട്ട്? ഹോളി സ്പിരിറ്റിന് ബോഡി ഇല്ലാത്തതുകൊണ്ട്. യെസ്, വെരി ഗുഡ്. ജോബിന് എന്തോ പറയാൻ ട്രൈ ചെയ്തു. ഗോ ഹെഡ്. അല്ല, പ്രാവെന്ന് പറയുമ്പം കളങ്കമില്ലാത്ത ഒരു പക്ഷി. ഓക്കെ, അതൊരു ഇംപ്യൂട്ടഡ് മീനിങ് ആയിട്ട് വരും. ഇപ്പൊ കളങ്കമില്ലാത്ത പക്ഷി, പ്രാവ്, അതുകൊണ്ട് അങ്ങനെ വന്നു. ഓക്കെ, മേ ബി, പ്രോബബ്ലി, യെസ്. പക്ഷേ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? കാണാൻ പറ്റാത്ത പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ബീയിങ് ആണ്. അപ്പൊ സ്പിരിറ്റ് ബീയിങ് യേശുക്രിസ്തുവിന്റെ മേൽ വന്നു എന്നുള്ളതിനൊരു വ്യക്തത യോഹന്നാനായ സാധാരണക്കാരനായ മനുഷ്യൻ എങ്ങനെ മനസ്സിലാകും? ദാറ്റ് ഓൾറെഡി യു ആൻസേർഡ്. ഫോർ ദാറ്റ് ഈസ് എ റീസൺ, ഒരു ബോഡിലി ഫോം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരോട് പറഞ്ഞു, നോബഡി ക്യാൻ എവർ സീ ദൈവത്തെ. എന്താ, വൺ ഓഫ് ദ ഡിസൈപ്പിൾ ഫിലിപ്പ് ആസ്ക്ഡ് ഹിം, ഷോ അസ് ദ ഫാദർ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക.
അപ്പൊ കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹീസ് ദ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ് ദ ഫാദർ. അപ്പോൾ ദൈവം ആത്മാവാണ്. പരിശുദ്ധാത്മാവിനെ കാണുവാൻ കഴിയുന്നില്ല, കാരണം ആത്മാവാണ്. ആത്മാവിനെ, സ്പിരിറ്റ് ബീയിങ്ങിനെ കാണാൻ നമ്മുടെ കണ്ണുകൊണ്ട് പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി വിസിബിൾ. അതിനൊരു ഫോം ആവശ്യമാണ്. ഇപ്പോൾ ജോബിൻ പറഞ്ഞതുപോലെ കളങ്കമില്ലാത്ത ഒരു പക്ഷിയാണ് പ്രാവ്. അതുകൊണ്ട് ആ രൂപത്തിൽ വന്നു, മേ ബി, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പിരിച്വൽ ബോഡി എന്ന് പറയുന്നത് എന്താണ്? യെസ്, ആ സ്പിരിച്വൽ ബോഡിക്ക് അത് ആത്മീകമായ ഒരു ശരീരം, അത് കാണാൻ പറ്റാത്തൊരു ശരീരം കൂടിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് കാണുവാനായിട്ട് കഴിയും. വൈ? ഹൗ? യാ, അതാണ് പോയിന്റ് നമ്പർ 1 നമ്മൾ ചിന്തിച്ചു. എന്താ? ഇറ്റ് കുഡ് അപ്പിയർ ഓർ ഡിസപ്പിയർ. അപ്പൊ പല ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കറിയാം, ഇന്ന് പുതിയൊരു ലാപ്ടോപ്പ്, മൊബൈലും ഒക്കെ മേടിക്കും, ഓരോ പ്രാവശ്യം അവരുടെ പുതിയ ഫോർമാറ്റ് വരുമ്പോൾ പുതിയ അപ്ഡേഷൻ ആണ് അല്ലെ, ന്യൂ ഫീച്ചേഴ്സ് ആർ ആഡഡ്. ഇപ്പൊ 9th ജനറേഷൻ വരെ, 10th 11th ജനറേഷൻ വരെയൊക്കെ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലാപ്ടോപ്പിൽ. സോ അവർ ഓരോ വട്ടം അപ്ഗ്രേഡ് ചെയ്ത് ഇരിക്കുകയാണ്. ബട്ട് ഗോഡ് ഹാസ് ഓൺലി വൺ അപ്ഗ്രേഡിങ് എന്നാ നമ്മൾ രക്ഷിക്കപ്പെട്ട് അല്ലെ, കർത്താവിനോട് ചേർന്ന് നമ്മൾ ഒരു ദിവസം മരിക്കും, കർത്താവിൽ നിദ്ര പ്രാപിക്കും, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു പുതിയ ഫീച്ചർ തരികയാണ്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഫോർ ദാറ്റ് ഗ്ലോറിയസ് ബോഡി ആൻഡ് സ്പിരിച്വൽ ബോഡി. ഇനി ആ സ്പിരിച്വൽ ബോഡി ഞാൻ ഇവിടെ എഴുതാത്ത ഒരു ഫീച്ചർ നിങ്ങൾക്ക് പറയാമോ? ഇഫ് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ബോഡി, ഇറ്റ് വിൽ നോട്ട് ഡാഷ് ഓർ ഇറ്റ് കനോട്ട് ഡൈ. യെസ്, അതൊരു പ്രത്യേക ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചതുപോലെ യേശുക്രിസ്തു എന്തിനാണ് മനുഷ്യ ശരീരം എടുത്തു വന്നത്? ഇൻ ഓർഡർ ടു ഡൈ. സി, ദ തിയോളജി ഈസ് വെരി ക്ലിയർ ദെയർ. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു സ്പിരിച്വൽ ബോഡിയാണ്. ദാറ്റ് ഈസ് വാട്ട്? എറ്റേണൽ ലൈഫ്. നോ, പ്രൊഫസി അബൌട്ട് റിസറക്ഷൻ. ഈ റിസറക്ഷൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 16:10, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. ആക്ച്വലി ഇറ്റ് ഈസ് എ സാം റിട്ടൺ ബൈ ഡേവിഡ്. പക്ഷെ ഇത് ദാവീദിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായിട്ടില്ല. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. ദാവീദ് മരിച്ചില്ലേ? മരിച്ചു. അത് യേശുക്രിസ്തു തന്നെ ഇത് ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓൾറൈറ്റ്, പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാൺമാൻ, വിച്ച് മീൻസ് ദ ഹോളി വൺ വിൽ നോട്ട് സീ കറപ്ഷൻ. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡീക്കേയിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, മോറൽ കറപ്ഷൻ അല്ല. അപ്പോൾ ഡീക്കേയിങ് ഓഫ് ദ ബോഡി, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. സോ ദാറ്റ് ആക്ച്വലി അക്കംപ്ലിഷ്ഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. 1 കൊരിന്ത്യർ 15:4 പറയുന്നു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹിസ് ബോഡി ഡിഡ് നോട്ട് ഡീക്കേ അറ്റ് ഓൾ. യെസ്, സോ ഇറ്റ് വാസ് ആക്ച്വലി പ്രൊഫസൈഡ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. ഇനി നമുക്ക് നോക്കാം, യേശുക്രിസ്തു തന്നെ ഈ പ്രൊഫസി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് എന്താ ആലങ്കാരികമായിട്ട് ഒരിക്കൽ പറഞ്ഞു, ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ ആൻഡ് ഐ ഷാൽ ബിൽഡ് ഇറ്റ് ഇൻ 3 days. അതിന് 3 ദിവസം കൊണ്ട് ഞാൻ പണിയുമെന്ന് പറഞ്ഞു. ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ഓൺ ബോഡി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിലുണ്ട്. ഇനി ഇത് ഞാൻ വിവരിക്കുന്നില്ല. ലേറ്റർ ഓൾസോ യു ക്യാൻ സീ ദിസ് സ്ലൈഡ്, ഐ വിൽ സെൻഡ് ഇറ്റ്. സോ ഏകദേശം 13ഓളം എവിഡൻസസ് ഫോർ റിസറക്ഷൻ. കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പല ആളുകൾക്ക് താൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബൈബിളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുന്ന 13 ഒക്കറൻസസ് ഉണ്ട്. 13 ഒക്കറൻസസ് അതെ. ഓക്കെ, ജസ്റ്റ് ക്വിക്ക്ലി ഞാനൊന്ന് വായിക്കുക മാത്രമേ ഉള്ളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആദ്യമായിട്ട് യേശുക്രിസ്തു അപ്പിയർ ചെയ്തത് മറിയയ്ക്കാണ്. ഓക്കെ, വാക്യങ്ങൾ അവിടെയുണ്ട്, ലേറ്റർ ഓൾസോ യു ക്യാൻ റെഫർ ഇറ്റ്. പിന്നെ മറിയയോട് കൂടെ വീണ്ടും ജോയിൻ ചെയ്ത 2 സ്ത്രീകൾ, അവർ ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരു അപ്പിയറൻസ് നമ്മൾ കാണുന്നു. ദെൻ അപ്പിയർ ടു പീറ്റർ. പിന്നെ എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നമ്പർ 5 അപ്പിയർ ടു അപ്പോസ്റ്റൽ. തോമസ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള അപ്പോസ്റ്റൽമാർക്ക് പ്രത്യക്ഷമായി. പിന്നെ നമ്മൾ നോക്കിയാൽ 6 മുതൽ ഹി അപ്പിയർ ടു അപ്പോസ്റ്റൽ വിത്ത് തോമസ്. ഇത് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ 3 അപ്പിയറൻസ് അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20-ൽ 2, 21-ൽ 1. പിന്നെ ഹി അപ്പിയർ ടു 7 ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്. അതാണ് യോഹന്നാൻ 21-ൽ 7 ശിഷ്യന്മാര് ഗലീല കടലിന്റെ കരയിലിരുന്ന സമയത്ത്. 8-ാമത്തേത് ഹി അപ്പിയർ ടു അപ്പോസ്റ്റൽസ് ഓൺ ദ മൗണ്ടൻ ഇൻ ഗലീലി. അത് മത്തായി 28-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഗലീലയിലെ ഒരു മലയുടെ അടുത്ത്. പിന്നെ അറ്റ് എ ടൈം 500 പീപ്പിൾ. അത് ഒക്കേഷൻ എവിടാന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ ഈ ഒരു ഒറ്റ വാക്യമേ ബൈബിളിലുള്ളൂ.
കർത്താവായ യേശുക്രിസ്തു 500 പേർക്ക് അറ്റ് എ ടൈം പ്രത്യക്ഷനായി. 500 പേർ ഒരുമിച്ചിരിക്കണമെങ്കിൽ വെൽ വി എക്സാക്ട്ലി ഡു നോട്ട് നോ വിച്ച് ഈസ് ദി ഒക്കേഷൻ, ബട്ട് പ്രോബബിളി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഇവരുടെ ഉത്സവങ്ങളുടെ സമയത്തോ എന്ന് പറഞ്ഞാൽ അവന്റെ ബ്രദറൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദ ഡിസൈപ്പിൾസ്. അപ്പൊ അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിലാണ്. ഓക്കെ, 500 പീപ്പിൾ. ദെൻ ഹി അപ്പിയർഡ് ടു ഹിസ് ബ്രദർ ജെയിംസ്, തന്റെ കൂടെ എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരനായ യാക്കോബിന് പ്രത്യക്ഷനായി. അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് യേശുക്രിസ്തു അപ്പോസ്തലന്മാരുമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ലൂക്ക് 24 ആണ്, 245 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലൂക്ക് 24. ദെൻ അസെൻഷൻ, താൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത്. ആൻഡ് 13 ഹി അപ്പിയർഡ് ടു പോൾ, പൗലോസിന് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്ന പ്രത്യക്ഷത. പിന്നെ ഒരെണ്ണം ഞാനൊരു അപ്പൻഡിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ബ്ലൂ ബോക്സിൽ. വിഷൻ ഓഫ് സ്റ്റീഫൻ അറ്റ് ഈസ് ഡെത്ത്. താൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയത്ത് ആള് മുകളിലേക്ക് നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും കാണുന്നു എന്ന് പറയുന്നത്. സോ ഒരു 13+ ഡയറക്റ്റ് എവിഡൻസസ് ആർ ദെയർ ഇൻ ദ ബൈബിൾ that Jesus appeared, after his resurrection. ഇത് പോസ്റ്റ് അസെൻഷൻ ആണ് അവസാനത്തെ 2 എണ്ണം. അല്ല എന്നുണ്ടെങ്കിൽ 12. ഓക്കെ, അസെൻഷന് ശേഷമാണ് 13ഉം പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്റ്റീഫന് കർത്താവായ യേശുക്രിസ്തു അപ്പിയർ ചെയ്ത കാര്യം. ഓൾറൈറ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് റിസറക്ഷൻ. എന്താണ് അഡ്വാൻറ്റേജസ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ റിസറക്ഷനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെ? ഇറ്റ് ബിക്കംസ് ദ പ്രൂഫ് ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണിത്. എന്താ? ഉയർത്തെഴുന്നേൽപ്പ്. യെസ്, കാരണം പ്രവൃത്തികൾ 2:32 പറയുന്നു, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. യെസ്, ഗോഡ് റൈസ്ഡ് ജീസസ്. അങ്ങനെയാവുമ്പോൾ യെസ്, ദാറ്റ് ഈസ് എ ഡയറക്റ്റ് പ്രൂഫ് ടു സേ ദാറ്റ് ഗോഡ് എക്സിസ്റ്റ്. ഓക്കെ, സിമ്പിൾ. പിന്നെ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ് ഈസ് പ്രൂവൺ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. റോമർ 1:5 ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് വാസ് കൺഫേംഡ് ദാറ്റ് ഹി ഈസ് ഗോഡ് ഹിംസെൽഫ്. ഹൗ? by being raised from the dead. Yes, he is the first fruit. ഓക്കെ, യേശുക്രിസ്തുവും അല്ലെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാരും മറ്റുള്ള ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. And what happened to them? Give me a quick answer. Was it a glorified body? അല്ല. അവര് വീണ്ടും മരിച്ചു എന്ന് ബൈബിളിൽ അങ്ങനെ തെളിവുകളില്ല. പക്ഷെ we know that they died. ഇപ്പൊ ലാസറിനെ കർത്താവ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പ്രായാധിക്യത്താലോ അവനും വീണ്ടും മരിച്ചു. There is no doubt about it, right? പഴയ നിയമത്തിലും ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തു തന്നെ കർത്താവ് എത്ര പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? When he was on the face of the earth, how many people was raised by Christ? Just give a number. Make a try, come on. ആരാണെന്ന് ഞാൻ ചോദിക്കത്തില്ല. Just at least the number. No trying? 3 to 5. 3 to 5. കൊള്ളാലോ ശാലോമേ, 3 to 5. അപ്പൊ ഞാൻ ഇനി ചൂസ് ചെയ്യണം അല്ലേ? 3. ഓക്കെ, യുവർ ബിഗിനിങ് നമ്പർ കറക്റ്റ്. 3. 3 പേരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അക്ഷ, മറിയം, വെരി ഗുഡ്. 3. അതാരൊക്കെയാ? ഞാൻ ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു അല്ലേ? ലാസറസ്, യായിറോസിന്റെ മകൾ, പിന്നെ നയീനിലെ വിധവയുടെ മകൻ. ഈ 3 പേരെയാണ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഉയർത്തെഴുന്നേൽ. അവരൊക്കെ മരിച്ചു. പിന്നീട് അവരൊന്നും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആ ഗ്ലോറിഫൈഡ് ബോഡി അല്ല കർത്താവ് അവർക്ക് കൊടുത്തത്. They just came back to their normal life. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഇനിയും നമ്മൾ മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനത്തെ ശരീരത്തോടാ? യേശുക്രിസ്തു എപ്രകാരമുള്ള ശരീരമായിരുന്നോ ആ ശരീരത്തിലാണ്. ഓക്കെ, സോ
കർത്താവ് ഉയർത്തെഴുന്നേറ്റു, മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റത് തന്റെ ദൈവത്വത്തെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അടിസ്ഥാനമാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്. Okay, because he resurrected from the death, we are going to be resurrected. So he himself proved that he is God. യേശുക്രിസ്തു ഒരിക്കൽ ഇപ്രകാരം തന്റെ കേൾവിക്കാരോട് പറഞ്ഞു, എനിക്ക് ജീവനെ കൊടുപ്പാനും അത് തിരികെ എടുക്കുവാനും കഴിയും. ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല. ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ബട്ട് ദേ കനോട്ട് ടേക്ക് ബാക്ക് ദെയർ ലൈഫ്, അല്ലേ? സോ അതുകൊണ്ടാണ് പറയുന്നത്, ആത്മഹത്യ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. യു ആർ നോട്ട് ദ മാസ്റ്റർ ഓഫ് യുവർ ലൈഫ്. ആക്ച്വലി നിങ്ങൾക്ക് അതിന്റെ മേൽ അധികാരമില്ല. അതുകൊണ്ട് അത് കളയാനുള്ള അധികാരം നമുക്കില്ല. ബിക്കോസ് നമ്മളത് ചോദിച്ച് മേടിച്ചതോ നമ്മൾ അധ്വാനിച്ച് കിട്ടിയതോ അല്ല നമുക്ക് ദാറ്റ് ലൈഫ്. സോ അതുകൊണ്ടാണ് എന്താണ് പറയുന്നത്, ആത്മഹത്യ അത് തീർച്ചയായിട്ടും പാപമാണ്, തെറ്റാണ്, ഒരിക്കലും അത് അങ്ങനെ പാടില്ലാത്തതാണ്. ഓക്കെ, എനിവേ ഇവിടെ കർത്താവ് പ്രൂവ് ചെയ്തത് ഹി ഹിംസെൽഫ് ഈസ് ഗോഡ്. ദെൻ സാൽവേഷൻ ഫോർ ഹ്യൂമാനിറ്റി ഈസ് ഓഫർ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് പാപപരിഹാരം നമുക്ക് സാധ്യമാക്കി തന്നത്. യേശുക്രിസ്തു മരിച്ചങ്ങ് തീർന്നു പോയെങ്കിൽ വെൽ അവർ forgiveness of sin is not possible with us. Okay, then പിന്നെ അഡ്വാൻറ്റേജ് എന്താ? everyone will resurrect one day, some to life, some to eternal death. Yes, കണ്ടില്ലേ? യോഹന്നാൻ 5:29 നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യും. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കില്ലേ? അതൊരു പണ്ട് ഈ ഞാൻ കൊണ്ടുവന്നൊരു ചോദ്യം പോലെയാ. എന്താ, ദൈവത്തിന് തനിക്ക് പൊക്കാൻ പറ്റാത്തൊരു കല്ല് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പോലെയാവും. വിച്ച് മീൻസ് ഇഫ് ദൈവത്തിന്റെ പദ്ധതിയിൽ എന്തുണ്ട്? തീർച്ചയായിട്ടും ദൈവം തന്ന ആത്മാവ് അതിനൊരിക്കലും മരണമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം ഗോഡ്. മണ്ണ് ശരീരമായി, ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ്. സീ, ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. സോ ഈ രണ്ട് കാര്യത്തിന്റെ കോമ്പിനേഷനാണ് ഐ ആൻഡ് യു, ഞാനും നിങ്ങളും. സോ നമുക്കൊരു അൺസീൻ ഫാക്ടർ ഉണ്ട്. യെസ്, അത് നമ്മൾ വിശ്വസിക്കണം, അല്ലേ? അതാണ് നമ്മുടെ ആത്മാവ്. അതില്ലെങ്കിൽ നമുക്ക് ജീവൻ മാത്രമല്ല, ആ ജീവൻ ഇല്ല. ദൈവവുമായിട്ടുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്ട്, റൈറ്റ്? ഒരു കോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്? യെസ്, മൊബൈലിനകത്ത് ഉള്ള ചിപ്പ് പോലെ, ടവറുമായിട്ട് അത് റിലേറ്റ് ചെയ്യുന്നത് പോലെ, it is not my just brain is communicating with God. No, it is within me. There is a spirit, yes, that is given by God. അപ്പോൾ ആ സ്പിരിറ്റ് അത് നശിക്കുന്നതല്ല, അതൊരിക്കൽ ഉയർത്തെഴുന്നേൽക്കും. യെസ്, അത് മരിച്ചിട്ടുണ്ടോ? വെൽ, വേർ ഇറ്റ് ഗോസ്. ബൈബിള് പറയുന്നത് മരിച്ച ഒരാളുടെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുന്നുവെന്ന്. സോ ഹി ഡിറ്റർമൈൻസ്. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കാം. ഓക്കെ, അത് നമ്മുടെ പുസ്തകത്തിലുണ്ട്. സ്വർഗവും നരകത്തിലോട്ടുമല്ല ഒരാൾ മരിക്കുമ്പോൾ ഉടനെ പോകുന്നത്. ഓക്കെ, ഹോപ്പ് യു നോ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ ഒരു പ്രത്യേകമായ ഒരു ധനവാന്റെയും ലാസറിന്റെയും, അല്ലെ, അത് അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പർദീസ എന്ന് പറയുന്ന സ്ഥലവും, അതുപോലെ ധനവാൻ പോയ സ്ഥലം യാതനാ സ്ഥലം എന്ന് പറയും. റൈറ്റ്? ദാറ്റ് ഈസ് നോട്ട് ദി ഹെൽ ഇറ്റ്സെൽഫ്. പക്ഷെ അതൊരു ഒരു പ്ലേസ് ബിഫോർ ദ ടോർമെന്റിങ് ഓർ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് മുമ്പുള്ള ഒരു പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ചും ബൈബിള് വ്യക്തത തരുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, നമ്മുടെ സിലബസിൽ, ഈ ക്ലാസ്സിലെ സിലബസിൽ അതിലില്ല. പിന്നീട് തീർച്ചയായിട്ടും അതുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ വിവരിക്കാം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തരുന്ന ഒരു കാര്യം എന്താ? വെൽ, എവരിവൺ വിൽ റിസറക്ട് വൺ ഡേ. നമ്മൾ ഒരിക്കൽ ജീവനെങ്കിലേക്ക് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിന്റെ ഒരു വ്യക്തതയാണ്. നെക്സ്റ്റ് വൺ, ക്രൈസ്റ്റ് സെക്കൻഡ് കമ്മിങ് ഈസ് അഷ്വർ. കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സോ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു വ്യക്തത തരുന്നു. എന്താണ് ആ വ്യക്തത? കർത്താവ് തീർച്ചയായിട്ടും ഒരു ദിവസം മടങ്ങി വരും. മരിച്ച് തീർന്നു പോയെങ്കിൽ മടങ്ങി വരാൻ പറ്റുമോ? നോ. സോ വൺ ഡേ ഹി വിൽ കം ബാക്ക്. പിന്നെ ഹാവിങ് അൺചലഞ്ചബിൾ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ഇൻ ഗോഡ്. അപ്പോൾ നമുക്ക് ആ പ്രത്യാശയും വിശ്വാസവും ദൈവത്തിൽ വെക്കുവാനായിട്ട് കഴിയും. ഇനി പ്രീസ്റ്റ്ഹുഡ്, ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട്
ഇല്ല. 1 or 2 references quickly I will say. നമുക്കും ദൈവത്തിനും മധ്യ ഒരു മധ്യസ്ഥനുണ്ട്. വൈ എ മീഡിയേറ്റർ ഈസ് നെസസറി? എന്റെ കുറവുകൾ അറിയുന്ന ഒരാളായിരിക്കണം. സോ ജീസസ് ഈസ് ദ പെർഫെക്റ്റ് മീഡിയേറ്റർ. വൈ? ഹി വാസ് 100% മാൻ ആൻഡ് ഹി ഈസ് 100% മാൻ. സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീർന്നു. ഹീബ്രു 2:17. നമ്മുടെ സമയം ഇവിടെ തീരാനായിട്ട് പോവുകയാണ്. എബ്രായർ 7:25 പറയുന്നത് പോലെ, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാണ്. ഓൾറൈറ്റ്. സോ നമുക്കൊരു അഡീഷണൽ ഒരു കുറച്ച് സമയമുണ്ട്. ലെറ്റ് മീ ജസ്റ്റ് കംപ്ലീറ്റ് ഇറ്റ്. എബ്രായർ 10:11 നിങ്ങൾ കാണുന്നു എന്താ? യേശുക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തിന്റെ ഒരു വലിയ പ്രത്യേകത. കർത്താവായ യേശുക്രിസ്തു എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആൻഡ് ഹി ഈസ് സ്റ്റാൻഡിങ് നൗ ഇൻ ബിറ്റ്വീൻ us as the right priest. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് നിൽക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ us and God. That is the high priest, the best high priest for us and for the entire world.